പല കച്ചവടക്കാരും ഇപ്പൊ പറയുന്ന വലിയൊരു കംപ്ലൈന്റ് ആണ്. റോഡ് സൈഡിലൊക്കെ ഒരുപാട് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. അത് ഗുഡ്സ് ഓട്ടോറിക്ഷയില് തക്കാളി വിൽക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും പഴങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നു, പായസം വിൽക്കുന്നു, പലതരത്തിലുള്ള കച്ചവടങ്ങളാണ് അല്ലെ. ഈ കച്ചവടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെതിരെ സമരം ചെയ്യുന്നു. പല ആൾക്കാരും പറയുന്നു അവർക്ക് വാടകയില്ല, അതുപോലെ തന്നെ മറ്റുള്ള ഒരു എക്സ്പെൻസും ഇല്ല, സ്റ്റാഫിന്റെ എക്സ്പെൻസ് ഇല്ല, ജസ്റ്റ് വന്നിട്ട് സാധനം അവിടുന്ന് ഇവിടുന്ന് ബൾക്കായിട്ട് എടുക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനെതിരെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് കസ്റ്റമറെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ്. അതിപ്പോ വെജിറ്റബിൾ വിൽക്കുന്ന ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ വിത്തൗട്ട് പ്രോഫിറ്റില് അല്ലെങ്കിൽ ജസ്റ്റ് കോസ്റ്റിന് കൊടുത്തിട്ട് അവരെ കസ്റ്റമർ എങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ ഒരു പ്രൊഡക്ട്സേ കൊടുക്കുന്നുള്ളൂ, ആ ഒരു പ്രൊഡക്ട്സിലാണ് ഹുക്ക് ഉള്ളത്, അതിലാണ് ബെസ്റ്റ് പ്രൈസ് ഉള്ളത്. അതേപോലെ തന്നെ വെജിറ്റബിളിലാണെങ്കിലും മറ്റുള്ളതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതെ ഞങ്ങൾ ചെയ്യുന്ന ട്രഡീഷണൽ വേ തന്നെ നമ്മൾ പോകുള്ളൂ എന്ന് പറയുമ്പോൾ മേ ബി ഇങ്ങനത്തെ ആളുകൾ അതൊരു വെല്ലുവിളിയായിട്ട് മാറും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റിൽ കസ്റ്റമർക്ക് വേണ്ടത് എന്താ? ബെസ്റ്റ് പ്രോഡക്ട്സ്, ബെസ്റ്റ് പ്രൈസ് ആണ്. അത് ആര് ഏത് വഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അത് ഇ കൊമേഴ്സിലൂടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ വഴിവരക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. ഇ കൊമേഴ്സിൽ ഇതിലേറെ ചീപ്പായിട്ട് ഇലക്ട്രിക്കൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ, അതൊക്കെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അതിന്റെ എത്രയോ ചെറിയ പെർസെന്റേജ് ആണ് ഈ ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ വഴിയരികിലൊക്കെ കൊടുക്കുന്നതുള്ളൂ. അപ്പൊ ഇതിനെതിരെ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ മേഖലയിൽ ഏതെങ്കിലും ഒരു ഐറ്റംസിനെ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമറെ ഹുക്ക് ചെയ്യാൻ പറ്റുക. അതിന് എല്ലാത്തിലും പ്രോഫിറ്റും എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് പ്രൈസും എല്ലാ സമയത്തും ഒരേ ഫോർമാറ്റ് പ്രൈസിങ് സ്ട്രാറ്റജി ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിന്റെ റിയാലിറ്റി.